ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. UDF സർക്കാരിൻ്റെ അവസാന നാളുകൾ ഒരു നിലവാരത്തിൽ പറഞ്ഞാൽ അഴിമതിയുടെ കൊട്ടിഘോഷമായിരുന്നു. ഇനി ജയിക്കില്ല എന്ന മട്ടിലുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയ പശ്ചാത്തലത്തിൽ തൊടുന്നതും പിടിച്ചതുമെല്ലാം അഴിമതിക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കപ്പെടുന്ന ഒരവസരം സംജാതമാവുകയുണ്ടായി. ആ കാലത്ത് UDF എടുത്ത വഴിവിട്ട തീരുമാനങ്ങളെല്ലാം പുനഃപരിശോധിക്കാൻ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ പുതിയ LDF സർക്കാർ നിയോഗിക്കുകയുണ്ടായി. ആ മന്ത്രിസഭാ ഉപസമിതിയുടെ കണ്ടെത്തലുകളാണ് ഇന്ന് വാർത്തയായി വന്നിരിക്കുന്നത്. എന്തെല്ലാമാണ് ചെയ്തു കൂട്ടിയത് എന്നറിയണമെങ്കിൽ അതേ സംബന്ധിച്ച അന്വേഷണ വാർത്തകൾ തന്നെ നാം കാണണം. ആ വാർത്ത ദേശാഭിമാനി എന്ന പത്രം ഒന്നാം പുറത്ത് പ്രാധാന്യത്തോടെ തരുന്നു. 300 ഫയലുകളാണ് ഇതുവരെ സമിതി പരിശോധിച്ചത്. 300 ഫയൽ പരിശോധിച്ചു. ആ പരിശോധനയിൽ പകുതിയും ക്രമവിരുദ്ധമായ ഫയലുകൾ തന്നെയാണ് എന്ന് കണ്ടെത്തി. ഒന്നിന് പിറകെ ഒന്നായി കേസുകൾ വരുമ്പോൾ മന്ത്രിമാരും തീർന്നില്ല, സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെയും പ്രതിസ്ഥാനത്തേക്ക് എത്തിച്ചേരാവുന്ന വിജിലൻസ് കേസുകൾക്ക് സാധ്യത തെളിയുന്നു. വിവാദ തീരുമാനങ്ങൾ 300 ഫയൽ പരിശോധിച്ചു, പകുതിയും ക്രമവിരുദ്ധം. മന്ത്രിസഭാ ഉപസമിതി പരിശോധിച്ചത് റവന്യൂ വകുപ്പിൻ്റെ ഫയലുകൾ. തുടർ നടപടികൾക്കായി ധന നിയമ വകുപ്പുകൾക്ക് വിട്ടു. മറ്റ് വകുപ്പുകളിലെ പരിശോധന അടുത്ത യോഗത്തിലാണ് നടത്താൻ പോകുന്നത് എന്നും വാർത്തയുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളിൽ ഇങ്ങനെയാണത് പറയുന്നത്. UDF സർക്കാരിൻ്റെ അവസാനകാല മന്ത്രിസഭാ യോഗങ്ങളിലെടുത്ത കടുംവെട്ട് തീരുമാനങ്ങളിൽ പകുതിയിലേറെയും ക്രമവിരുദ്ധവും ചട്ടവിരുദ്ധവുമെന്ന് കണ്ടെത്തി. റവന്യൂ വകുപ്പിൻ്റെ 300ഓളം ഫയൽ പരിശോധിച്ചതിൽ 150 എണ്ണത്തിലും വൻ ക്രമക്കേട് നടന്നതായി ഇത് സംബന്ധിച്ച പരിശോധിക്കാൻ നിയോഗിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ പ്രാഥമിക പരിശോധന വ്യക്തമാക്കി. ഈ ഫയലുകൾ തുടർ നടപടികൾക്കായി ധന നിയമ വകുപ്പുകളിലേക്ക് വിടാൻ AK ബാലൻ കൺവീനറായ ഉപസമിതി തീരുമാനിച്ചു. കേരളത്തിൻ്റെ കരയും കായലും വയലും കോർപ്പറേറ്റുകൾക്കും ക്രിമിനൽ സ്വാമി സന്തോഷ് മാധവനും അടക്കമുള്ളവർക്ക് അനധികൃതമായി പതിച്ച് നൽകിയവയാണ് വിവാദ ഫയലുകളിൽ ഏറെയും. ഇത്തരമൊരു സാഹചര്യത്തിൽ റവന്യൂ വകുപ്പിന് നേരെയാണ് വിരൽ ചൂണ്ടപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ റവന്യൂ മന്ത്രി തന്നെയായിരിക്കും മറുപടി പറയേണ്ടി വരിക. ഒരുപക്ഷെ ചില്ലറ കേസുകളല്ല വരാൻ പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മുടെ റവന്യൂ മന്ത്രി ഈ കണ്ടെത്തലിനോട് പ്രതികരിക്കുന്നത് എന്ന് പരിശോധിക്കുന്നത്, മുൻ റവന്യൂ മന്ത്രി എന്ന് പരിശോധിക്കുന്നതും കൗതുകകരമായിരിക്കും. ഫയൽ എങ്ങനെ വന്നുവെന്നും ആര് കൊണ്ടുവന്നുവെന്നും അന്വേഷിക്കണമെന്ന് മുൻ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പറയുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ത് എന്ന് പറയേണ്ട ആളാണ് പറയുന്നത്. ഫയൽ ആര് കൊണ്ടുവന്നു, എങ്ങനെ കൊണ്ടുവന്നു എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ തനിക്കതൊന്നും അറിയില്ല എന്നാണ് അർത്ഥം. മന്ത്രിസ്ഥാനത്തിരിക്കാൻ താൻ യോഗ്യനല്ല എന്നാണ് മറ്റൊരു തരത്തിൽ അദ്ദേഹം വിശദീകരിച്ചത്. അടുത്ത തവണയെങ്കിലും എപ്പോഴെങ്കിലും UDF അധികാരത്തിൽ വന്നാൽ ശ്രദ്ധിക്കേണ്ടത് ഈ മനുഷ്യനെ മന്ത്രിയാക്കരുത്, അല്ലെ തന്നെ മന്ത്രിയാക്കരുത് എന്നു മാത്രമാണ് അടൂർ പ്രകാശ് പറഞ്ഞു വച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഫയൽ എങ്ങനെ വന്നെന്നും ആര് കൊണ്ടുവന്നു എന്നും അന്വേഷിക്കണം. അദ്ദേഹം കൂടിയിരുന്ന മന്ത്രിസഭാ യോഗമെടുത്ത തീരുമാനങ്ങളിലെ ഫയലുകളുടെ കാര്യത്തെക്കുറിച്ചാണ് ഈ മുൻമന്ത്രി ഇങ്ങനെ പറയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. മെത്രാൻ കായൽ, കടമക്കുടി തുടങ്ങിയ വിവാദ ഭൂമി ഇടപാട് ഫയലുകളിൽ താനല്ല ഒപ്പിട്ടതെന്നും ഇതൊക്കെ മന്ത്രിസഭാ യോഗത്തിൽ എങ്ങനെ വന്നുവെന്നും ആരാണ് കൊണ്ടുവന്നതെന്നും അന്വേഷിക്കട്ടെ എന്നും മുൻ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്തെ വിവാദ ഇടപാടുകൾ പരിശോധിക്കുന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ നിഗമനങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അടൂർ പ്രകാശ്. മാന്യതയുടെയും മുന്നണി മര്യാദയുടെയും പേരിൽ താൻ മിണ്ടാതിരിക്കുകയാണ്. തന്നെ മാത്രം ബലിയാടാക്കാനുള്ള നീക്കം ശരിയല്ല. അന്വേഷണത്തിൽ ഏത് വകുപ്പാണ് എന്ന് വ്യക്തമാകുമല്ലോ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒരാളുടെ മേൽ മാത്രം പഴിചാരി ബാക്കിയുള്ളവർ രക്ഷപ്പെടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ബാക്കി ആരൊക്കെയോ ചേർന്നാണ്
ഈ ഫയൽ ഉന്തിത്തള്ളി കൊണ്ടുവന്ന് ഔട്ട് ഓഫ് അജണ്ട എന്ന ക്രമത്തിൽ രേഖപ്പെടുത്തി വെച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഇപ്പോഴല്ല പറയേണ്ടത്, പറയേണ്ട സമയത്ത് പറഞ്ഞിരുന്നു എങ്കിൽ ഈ അവസ്ഥ വരുമായിരുന്നില്ല. ഏതായാലും മന്ത്രിതലത്തിൽ തന്നെ, മുൻ മന്ത്രിതലത്തിൽ തന്നെ അങ്കലാപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണത്തെ സംബന്ധിച്ച് എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇന്ന് ദേശാഭിമാനി തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത 32 പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരികൾ വിറ്റഴിക്കാനും ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ നഷ്ടത്തിൻ്റെ പേരിൽ അടച്ചുപൂട്ടാനുമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തെ സംബന്ധിച്ചാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിർത്തിക്കൊണ്ട് സമ്പദ്ഘടനയുടെ പഴയ അടിസ്ഥാനം ഇനിയും തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് വാദിക്കുന്ന ഒരു ഇടതുപക്ഷ ചിന്തയും, അങ്ങനെയല്ല ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പൂട്ടിക്കെട്ടേണ്ട സാധനങ്ങളാണ് എന്ന് വിചാരിക്കുന്ന വലതുപക്ഷ വീക്ഷണങ്ങൾ മറുവശത്ത് നിൽക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതാ മോദി ഗവൺമെൻറ് ആരുടെ പക്ഷത്താണ് എന്ന് തെളിയിക്കുന്ന തീരുമാനം വന്നിരിക്കുന്നു. കാണുക, ഫാക്റ്റ് വിൽക്കും, HMT പൂട്ടും. ഏകദേശം പൂട്ടിയ അവസ്ഥയിലാണ് HMT. അത് പൂർണ്ണമായും പൂട്ടി കെട്ടും എന്നാണ് ദേശാഭിമാനി വിശദീകരിക്കുന്നത്. 32 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കും. അങ്ങനെ വിറ്റഴിക്കുന്നത് വഴി അത് സ്വകാര്യ മേഖലയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമെന്ന് വ്യക്തം. അതുകൊണ്ടും തീർന്നില്ല, നഷ്ടത്തിലുള്ള 26 പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടുകയും ചെയ്യും എന്ന് ദില്ലിയിൽ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. ആ തീരുമാനങ്ങളുടെ വിശദാംശം പ്രശാന്ത് ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണുക. ഫാക്റ്റ് ഉൾപ്പെട്ട 32 പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സർക്കാർ ഓഹരികൾ വിറ്റഴിച്ച് സ്വകാര്യവൽക്കരിക്കാൻ നിതി ആയോഗ് ശുപാർശ. നഷ്ടത്തിലുള്ള 26 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടിയന്തരമായി അടച്ചുപൂട്ടാനും നിതി ആയോഗ് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങൾ എന്ന നിലയിൽ പ്രധാനമന്ത്രി കാര്യാലയത്തിൽ സമർപ്പിച്ച മാർഗരേഖയാണ് വിവാദ ശുപാർശകൾ. ഏതായാലും നഷ്ടത്തിലുള്ള 106 പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നിതി ആയോഗ് ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയെ തലവനായ സമിതി പഠനം നടത്താൻ നിയോഗിച്ചത്. പഠനം നടത്തി അതിൻ്റെ ഫലമാണ് വരുന്നത്. നമ്മുടെ ഫാക്റ്റും അതുമാതിരി HMTയും, അത് രണ്ടും എറണാകുളം ജില്ലയിലാണ്, രണ്ടും പൂട്ടിക്കെട്ടും. 5 പൊതുമേഖലാ ഹോട്ടലുകൾ പാട്ടത്തിന്, പാലക്കാട് ഇൻസ്ട്രുമെൻറ്റേഷൻ യൂണിറ്റും ഭീഷണിയിൽ. ലക്ഷ്യം ഓഹരി വിൽപ്പനയിലൂടെ 56,500 കോടി രൂപ സമാഹരിക്കൽ. എയർ ഇന്ത്യയും സ്വകാര്യവൽക്കരിക്കും. അതിൻ്റെ മാർഗരേഖ കേന്ദ്രത്തിന് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയും ഇന്ന് ദേശാഭിമാനി ലീഡ് വാർത്തയാക്കി തന്നിട്ടുണ്ട്. നമുക്ക് പൊതുവിൽ തിരുവിതാംകൂറിൻ്റെ പല ഭാഗങ്ങളിലും, പൊതുവിൽ കേരളത്തിൽ തന്നെയും കാണാവുന്ന ബാങ്കാണ് SBT. ഒരുപക്ഷെ മലയാളികളോട് ചേർന്ന് നിൽക്കുന്ന ബാങ്ക്, മലയാളികളുടെ ബാങ്ക്. ആ ബാങ്ക് SBIയുടെ സബ്സിഡിയറിയാണ് എന്ന നിലയ്ക്കാണ് നാം അറിഞ്ഞിരുന്നത്. എങ്കിൽ SBTയെ SBIയിലേക്ക് ലയിപ്പിക്കുന്ന നടപടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ലയന നീക്കത്തിന് കേന്ദ്രാനുമതി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് SBT SBIയിൽ ലയിക്കും. അങ്ങനെ ഒരു മഹാബാങ്കായി SBI ലോകോത്തരമായി നിലനിൽക്കും. നമ്മുടെ SBT എന്ന തിരുവിതാംകൂറിൻ്റെ പഴയ ബാങ്ക് ഒരു ഓർമ്മയായി തീരുകയും ചെയ്യും. ആ വാർത്ത മലയാള മനോരമ 1-ാം പേജിൽ തരുന്നു. SBI SBT ലയനത്തിന് കേന്ദ്രാനുമതി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇനി രാജ്യാന്തര തലത്തിലേക്ക് വലിയ മൂലധന നിക്ഷേപമുള്ള വലിയ ബാങ്കായി തീരും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ മാത്രമല്ല SBI ലയിക്കുന്നത്, മറ്റ് 4 ബാങ്കുകളും ലയിക്കുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി അനുബന്ധ ബാങ്കുകളെ ലയിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. ലയനത്തോടെ SBI ആഗോള ബാങ്കുകളുടെ നിരയിലേക്ക് വളരും. അനുബന്ധ ബാങ്കുകളായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്ടിയാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് എന്നിവയാണ് SBIയിൽ ലയിപ്പിക്കുന്നത്. പുതിയ സംരംഭമായ ഭാരതീയ മഹിളാ ബാങ്കിനെയും SBIയിൽ ലയിപ്പിക്കും.
അതിന് കേന്ദ്രം പച്ചക്കൊടി കാട്ടി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഇപ്രകാരം ഒരു ലയന നീക്കത്തെ മുൻനിർത്തി SBTയിലെ ജീവനക്കാരും ബാങ്കിംഗ് മേഖലയിലെ ഇതര ജീവനക്കാരുമൊക്കെ പ്രക്ഷോഭത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രക്ഷോഭം കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തോടെ പുതിയ വഴിത്തിരിവിൽ പ്രതിഷേധവും പ്രക്ഷോഭവും എത്തിച്ചേരുന്ന വാർത്തയും മലയാള മനോരമ വർത്തമാനം പുറത്ത് അതിൻ്റെ അവസാന പുറത്ത് തരുന്നു. ആ വാർത്ത കാണുക. SBT ലയനത്തിനെതിരെ രാഷ്ട്രീയ ഭേദമില്ലാതെ ജനപ്രതിനിധികളെ അണിനിരത്തണമെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. SBTയെ SBI ലയിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ സംസ്ഥാനത്തെ MPമാരടക്കമുള്ള ജനപ്രതിനിധികളെ രാഷ്ട്രീയ ഭേദമന്യേ അണിനിരത്താൻ സർക്കാർ മുൻകൈയെടുക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ യുണൈറ്റഡ് ഫോറം ബാങ്ക് യൂണിയൻ നേതൃത്വത്തിലുള്ള സംസ്ഥാനതല സേവ് SBT ഫോറം രൂപീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. SBTയെ SBIയിൽ ലയിപ്പിച്ച് ഇല്ലാതാക്കുന്നതിനെതിരെ പ്രതിഷേധവും ഉണ്ടായിരിക്കുന്നു എന്നാണ് ഈ വാർത്ത പറയുന്നത്. ദേശീയപാതയുടെ വീതി 45 മീറ്റർ തന്നെയായിരിക്കും. അത് അന്തിമമായി പരിഹരിക്കപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഇനി ചർച്ചയേയില്ല എന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധിപ്പിച്ച് സംശയങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന ഇടത്തു മാത്രമേ അതിൻ്റെ പരിഹാരാർത്ഥം ചർച്ചയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. അതിന് തൊട്ടുപിറകെ മാധ്യമം എന്ന പത്രത്തിൻ്റെ 1-ാം പേജിൽ വരുന്ന വാർത്ത കാണുക. 4 വരി പാത പ്രവർത്തനം അത് പണിയുന്നത് ഉടൻ തുടങ്ങണം എന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിശദ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മാന്യമായ നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം നിലപാടെടുത്തിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. 45 മീറ്ററിൽ ദേശീയപാത വികസിപ്പിക്കുന്നതിന് നടപടി ആരംഭിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശം. സ്ഥലമേറ്റെടുത്ത ഭാഗങ്ങളിൽ നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കണമെന്നും വിശദ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ജനങ്ങൾക്ക് അർഹവും മാന്യവുമായ നഷ്ടപരിഹാര പാക്കേജ് നൽകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ദേശീയപാത വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്ന് പറയുമ്പോൾ ഇനി നയപരമായി അക്കാര്യത്തിൽ തീരുമാനമില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അടിയന്തര നടപടികളിലേക്ക് തന്നെ നീങ്ങിയിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ജിഷ വധത്തെ സംബന്ധിച്ച് ഗൗരവതരമായ ഒരു വാർത്ത ഇന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു. ജിഷയുടെ കൊലപാതകി ആര് എന്നതിനെ സംബന്ധിച്ച് ഒരെത്തും പിടിയും കിട്ടാതെ ആവർത്തിച്ചു വന്ന അന്വേഷണ സംഘങ്ങൾ ഇരുട്ടിൽ തപ്പുമ്പോൾ ആ സാഹചര്യത്തിലാണ് പുതിയ സർക്കാർ വന്നതിന് ശേഷം പുതിയ ഒരു ടീമിനെ അതിലേക്ക് നിയോഗിച്ചത്. ഒരു വനിതാ പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിലായിരുന്നു ആ ടീം. പ്രത്യേക പ്രാധാന്യവും താൽപ്പര്യവും എടുത്തുകൊണ്ട് DGPയും ആ ടീമിന് സർവ്വവിധ പിന്തുണ നൽകുകയും ജിഷ വധം നടന്ന സ്ഥലങ്ങൾ അദ്ദേഹം സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. എന്നിട്ട് പ്രതിയിലേക്ക് സഞ്ചരിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചുവോ? അതേ സംബന്ധിച്ച് അത്യന്തം ഗൗരവതരമായ ഒരു വാർത്ത മംഗളം എന്ന പത്രം ഇന്ന് 1-ാം പേജിൽ ആദ്യ വാർത്തയായി തരുന്നു. മംഗളം പറയുന്ന വാർത്ത വിശ്വസിക്കാമെങ്കിൽ ജിഷ വധത്തിലെ ഘാതകനെ പിടികൂടി കഴിഞ്ഞിരിക്കുന്നു. ആൺ സുഹൃത്ത് പിടിയിൽ എന്ന നിലയ്ക്കാണ് ആ വാർത്ത മംഗളം 1-ാം പേജിലെ ആദ്യ വാർത്തയായി തരുന്നത്. മംഗളം മാത്രമാണ് ഈ വാർത്ത തന്നിരിക്കുന്നത്. ഏതായാലും ജിഷ വധം എന്നതൊരു വലിയ തലവേദനയായി അന്വേഷണ സംഘത്തിന് നിലനിന്നിരുന്നുവെങ്കിൽ ആ തലവേദനയ്ക്ക് പരിഹാരമായി എന്നാണ് തറപ്പിച്ച് മംഗളം സംശയലേശമന്യേ പ്രഖ്യാപിക്കുന്നത്. നമുക്ക് അതിൻ്റെ അന്തർഗതങ്ങളിലേക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ജിഷ വധം ആൺ സുഹൃത്ത് പിടിയിൽ എന്ന ശീർഷകത്തിലാണ് മംഗളം ആ വാർത്ത തരുന്നത്. പിടിയിലായത് തൃശ്ശൂർ പാലക്കാട് അതിർത്തിയിൽ നിന്ന്. അന്വേഷണത്തിൻ്റെ ഗതി തിരിച്ചത് ചെരുപ്പുകൾ. ചെരുപ്പ് വിറ്റ വ്യാപാരിയുടെ മൊഴി നിർണായകമായി. വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളിയൊന്നുമല്ല കൊലപാതകി എന്ന് വേണം കരുതാൻ.
എസ് നാരായണനാണ്. എസ് നാരായണനും മിഥുൻ പുല്ലുവഴിയും ആണ് തിരുവനന്തപുരത്ത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. പോലീസിൻ്റെ അകത്ത് നടക്കുന്ന അകത്തളങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ അടുത്തറിയുന്ന ഒരു രീതിയുള്ള പത്രപ്രവർത്തകനാണ് എസ് നാരായണൻ. അദ്ദേഹത്തിൻ്റെ പല നിഗമനങ്ങളും മുൻപ് വന്നത് ശരിയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ടും ഇത് അവിശ്വസനീയമായൊരു വാർത്തയായി കരുതാനാകില്ല. മംഗളത്തിന് മാത്രം ലഭിച്ച ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരം: സംസ്ഥാനത്ത് കോളിളക്കം സൃഷ്ടിച്ച പെരുമ്പാവൂരിലെ ദളിത് നിയമ വിദ്യാർത്ഥിനി ജിഷ കൊലക്കേസിലെ പ്രതി പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പിടിയിലായി. ജിഷയുടെ ആൺ സുഹൃത്താണ് ഇയാൾ. മുഖ്യപ്രതിയെന്ന് ഏറെക്കുറെ ഉറപ്പാക്കിയ ഈ യുവാവിനെ തൃശ്ശൂർ, പാലക്കാട് ജില്ലകളുടെ അതിർത്തിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഇയാളെ DGP ലോക്നാഥ് ബെഹ്റ ചോദ്യം ചെയ്യും. കൊലപാതകത്തിൽ ഒന്നിൽ കൂടുതൽ പേർ പ്രതികളായേക്കുമെന്നാണ് സൂചന. പിടിയിലായ വ്യക്തിയുടെ DNA സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം വരുന്നതോടെ 1.5 മാസം നീണ്ട കേസ് ഫയൽ അവസാനിപ്പിക്കാനാകും എന്ന വിശ്വാസത്തിലാണ് പോലീസ് വൃത്തങ്ങളെത്തിയിരിക്കുന്നത്. ഏപ്രിൽ 28-നാണ് ജിഷയെ പെരുമ്പാവൂരിലെ പുറമ്പോക്കിലെ സ്വന്തം വീട്ടിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഏപ്രിൽ 15-ന് പെരുമ്പാവൂരിന് പുറത്തുള്ള സ്റ്റുഡിയോയിൽ ജിഷ ഫോട്ടോ എടുക്കുന്നതിനായി ഈ ആൺ സുഹൃത്തിനൊപ്പം ബൈക്കിലെത്തിയിരുന്നു തുടങ്ങിയ വിശദാംശങ്ങൾ മംഗളം നമുക്ക് തരുന്നു. ഏതായാലും മംഗളം ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തേടി മറ്റു പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും സഞ്ചരിക്കുമെന്ന് ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ ഇന്നും നാളെയുമായി അതേ സംബന്ധിച്ച ഉറപ്പുകൾ, കൂടുതൽ വ്യക്തതകൾ നമുക്ക് ലഭിക്കാൻ ഇടയുണ്ട് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നുണ്ട്. കൊല്ലം കളക്ട്രേറ്റ് വളപ്പിലെ സ്ഫോടനത്തെ സംബന്ധിച്ച വാർത്ത എല്ലാ പത്രങ്ങളും, മിക്കവാറും പത്രങ്ങൾ 1-ാം പേജിൽ തന്നെ തന്നിട്ടുണ്ട്. ഗൗരവതരമായ പരിഗണന അറിയിക്കുന്ന ഒരു സ്വഭാവം ആ വാർത്തയ്ക്ക് എല്ലാ പത്രങ്ങളും നൽകിയിട്ടുമുണ്ട്. കേരള കൗമുദിയുടെ 1-ാം പുറം ആ വാർത്ത തരുന്നത് കാണുക. കൊല്ലം കളക്ട്രേറ്റ് വളപ്പിൽ ജീപ്പിൽ ബോംബ് സ്ഫോടനം, ഒരാൾക്ക് പരിക്ക്. അതിൻ്റെ വിശദാംശങ്ങൾ: പൊട്ടിയത് ടൈമർ ബോംബാണ്, സമയം സെറ്റ് ചെയ്ത് പൊട്ടിക്കാവുന്ന ബോംബ്. സംശയം DHRMൻ്റെ നേരെയാണ്. 15 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ വായിക്കുക. കളക്ട്രേറ്റ് വളപ്പിൽ നിർത്തിയിട്ടിരുന്ന അടിയിൽ വെച്ച ബോംബ് പൊട്ടിത്തെറിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. കൊല്ലത്ത് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി 15 പേരെ കസ്റ്റഡിയിലെടുത്ു. ഇവരെ രാത്രി വൈകിയും ചോദ്യം ചെയ്യുകയാണ്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി NIA, ISIT ഇൻ്റേണൽ സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ ടീം സംഘവും രാത്രിയോടെ കൊല്ലത്തെത്തി. ബോംബ് നിർമ്മാണത്തിൽ വിദഗ്ധനായ ഒരാളോ ഒന്നിലധികം പേരോ ആകാം സ്ഫോടക വസ്തുവിൻ്റെ പിന്നിൽ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. 5 ഗ്രൂപ്പുകളെയാണ് ഇതുമായി ബന്ധിപ്പിച്ച് സംശയിക്കുന്നത്. അതിൻ്റെ ചുരുങ്ങിയ രൂപവും കേരള കൗമുദി 1-ാം പേജിൽ തരുന്നു. 5 ഗ്രൂപ്പുകളെ സംശയം. ബോംബ് വെച്ചതിന് പിന്നിൽ DHRM ഉൾപ്പെടെ 5 ഗ്രൂപ്പുകളെ സംശയിക്കുന്നതായി സ്ഥലത്തെത്തിയ ദക്ഷിണ മേഖല IG മനോജ് എബ്രഹാം പറഞ്ഞു. സ്ഫോടന സ്ഥലത്ത് നിന്ന് മതചിഹ്നങ്ങളടങ്ങിയ ബാഗിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഏതായാലും 5 തീവ്രവാദ ഗ്രൂപ്പുകളെയാണ് സംശയിക്കുന്നത്. അതുമാത്രമല്ല, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ ബോംബ് സ്ഫോടനം നടത്തിയിരിക്കുന്നത് എന്നതും പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വിമാനയാത്ര ഇപ്പോഴും ഒരു സ്വപ്നമാണ്. വിമാനയാത്ര പണക്കാർക്ക് മാത്രം വിധിക്കപ്പെട്ട ഒരു യാത്രാവിധം ആണ് എന്ന കാര്യത്തിൽ സാധാരണക്കാർക്ക് കേരളത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ ആ ധാരണ മാറ്റണം എന്നാണ് പത്രവാർത്തകൾ ഇന്ന് പറയുന്നത്. ഇനി സാധാരണക്കാർക്കും ധാരാളമായി വിമാനയാത്രകൾ സാധ്യമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ പോകുന്നു. കാണുക മാതൃഭൂമിയുടെ ലീഡ് വാർത്ത അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 1 മണിക്കൂർ പറക്കാൻ പരമാവധി 2500 രൂപ മതിയാകും. ഇന്റേണൽ വിമാനയാത്രയെ സംബന്ധിച്ച വിശദാംശങ്ങൾ മനോജ് മേനോൻ തരുന്നു ദില്ലിയിൽ നിന്ന്. സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും വിമാനയാത്ര സാധ്യമാക്കുന്നത് ലക്ഷ്യമിട്ട് സമഗ്രമായ വ്യോമയാന നയം
കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. 1 മണിക്കൂർ പറക്കുന്നതിന് 2500 രൂപയിൽ താഴെ മാത്രമേ വിമാനക്കൂലി ഈടാക്കാനാവൂ എന്ന് വ്യോമയാന നയം നിർദ്ദേശിക്കുന്നു. എല്ലാ നികുതികളും ഉൾപ്പെടെയാണ് ഈ നിരക്ക്. ചെറുനഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചെറുവിമാനത്താവളങ്ങൾ തുറക്കും. കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് നയത്തിന് അംഗീകാരം നൽകിയത്. സാധാരണക്കാർക്ക് വിമാന ഗതാഗതം പ്രാപ്തമാക്കുമെന്ന് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് നിറവേറ്റുന്നത് എന്ന് വ്യോമയാന മന്ത്രി അശോക് ഗജപതി രാജു പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായാണ് സമഗ്രമായ വ്യോമയാന നയം ആവിഷ്കരിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞിരിക്കുന്നു. ഈ നിലയ്ക്ക് 1 മണിക്കൂർ താഴെയുള്ള യാത്രയ്ക്ക് 2500 രൂപയും അത് അരമണിക്കൂറാകുകയാണെങ്കിൽ 1200 രൂപയും. കേരളത്തിൽ എവിടെയും എത്തുന്നതിന് വിമാനമാർഗം അരമണിക്കൂർ മതിയാകും. 1200 രൂപയും വേണ്ടിവരികയുള്ളൂ എന്നതാണ് ഈ നയത്തിൻ്റെ സവിശേഷത. അതുകൊണ്ട് സാധാരണ മലയാളികൾക്ക് വിമാനയാത്ര സാധ്യമാവുകയും ചെയ്യും. വ്യോമയാന നയം പ്രഖ്യാപിച്ചതിന് ശേഷം ഇതുമായി ബന്ധിപ്പിച്ച് എയർ കേരള എന്ന നിലയ്ക്ക് കേരളത്തിൻ്റെ ഒരു പഴയ ഐഡിയ ഉണ്ടായിരുന്നു, പഴയ പദ്ധതി ഉണ്ടായിരുന്നു. ആ പഴയ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം മറ്റ് രാജ്യ തൊഴിലാളികളുള്ള സ്ഥലമാണ്. മറ്റ് രാജ്യത്തേക്ക് മനുഷ്യവിഭവം കയറ്റി അയക്കുകയും അത് പ്രധാന വരുമാനമായി തീർന്നിരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയാണ് മലയാളി. അതുകൊണ്ട് തന്നെ എയർ കേരള എന്ന ആ പദ്ധതി മലയാളി താൽപ്പര്യത്തോടെയാണ് ഉറ്റുനോക്കിയത്. പക്ഷേ 5 വർഷം പരിചയം വേണം വിമാന ഓട്ടത്തിൽ. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന് മാത്രമേ, ഒരു കമ്പനിക്ക് മാത്രമേ അത് നൽകാൻ കഴിയൂ എന്ന നിയമമുണ്ടായിരുന്നത് കൊണ്ട് കേരളത്തിൻ്റെ ആ സ്വപ്നം പൊലിഞ്ഞു പോവുകയുണ്ടായി. എന്നാൽ കേന്ദ്രത്തിൻ്റെ പുതിയ വ്യോമയാന നയം കേരളത്തിൻ്റെ ആ സ്വപ്നത്തിന് ചിറക് വെച്ചിരിക്കുന്നു എന്നും മാതൃഭൂമി നിരീക്ഷിക്കുന്നു. കാണുക, പുതിയ വ്യോമയാന നയം വന്നതോടെ എയർ കേരള എന്ന പേരിൽ കേരളം തുടങ്ങാനിരിക്കുന്ന വിമാന സർവീസിന് തടസ്സം നീങ്ങി. രാജ്യാന്തര വിമാന സർവീസ് തുടങ്ങുന്നതിന് 5 വർഷത്തെ ആഭ്യന്തര പ്രവർത്തന പരിചയം വേണമെന്ന നിബന്ധന ഒഴിവാക്കിയതോടെയാണ് ഇത് സംഭവിച്ചത് എന്നും മാതൃഭൂമി മറ്റൊരു വാർത്തയിലൂടെ നമ്മോട് പറയുന്നു. അങ്ങനെ മലയാളിക്ക് കുറേ കൂടി പ്രതീക്ഷയുടെ ചിറക് മുളയ്ക്കുന്നു. വിമാനത്തിനും ചിറക് മുളയ്ക്കുന്നു, യാത്രയ്ക്കും ചിറക് മുളയ്ക്കുന്നു. എന്നാൽ ഈ പറഞ്ഞതുമാതിരി എയർ കേരളയൊന്നും വരാൻ പോകുന്നില്ല എന്നാണ് ഹിന്ദു എന്ന പത്രം ഈ വാർത്ത ലീഡ് വാർത്തയാക്കിക്കൊണ്ട് പറയുന്നത്. എയർ കേരള മേ നോട്ട് ടേക്ക് ഓഫ്. എയർ കേരള സംഭവ്യമാകില്ല. കാരണം ഈ 5 വർഷത്തെ മുൻപരിചയം ഒന്നും വേണ്ട, ശരിയാണ്. പക്ഷേ അതുകൊണ്ടും തീരുന്നില്ല. 20 വിമാനങ്ങൾ വാങ്ങി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അത് വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കാനോ ഉള്ള പ്രാപ്തി വേണം സർക്കാരിനെ സംഘടിപ്പിക്കുന്നവർക്ക്. അതിനുള്ള പ്രാപ്തിയില്ല. പരമാവധി 5 വിമാനങ്ങൾ മാത്രം വാങ്ങാനും ആ 5 വിമാനങ്ങൾ മാത്രം ഓടിക്കാനും മാത്രമുള്ള സൗകര്യമുള്ള കേരളത്തിന് ഈ എയർ കേരള എന്ന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നാണ് ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പുതിയ സർക്കാർ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ധവളപത്രം ഇറക്കുമെന്ന് അതിൻ്റെ ധനകാര്യമന്ത്രി തന്നെ പ്രസ്താവിച്ചിരുന്നു. ആ ധവളപത്രം ഇറക്കാൻ പോകുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ വാർത്തയായി മാധ്യമം എന്ന പത്രം കേരളീയം എന്ന പേജിൽ തരുന്നത് കാണുക. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കും. സാമ്പത്തിക സ്ഥിതി അലങ്കോലമായി കിടക്കുകയാണ് എന്ന് ധനമന്ത്രി പറഞ്ഞു. അതിൻ്റെ വിശദീകരണമായിരിക്കും ധവളപത്രം. 2001 ആൻ്റണി സർക്കാരും ധവളപത്രം ഇറക്കിയിരുന്നു. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയെക്കുറിച്ചുള്ള ധവളപത്രം പുറപ്പെടുവിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. UDF സർക്കാരിൻ്റെ 5 വർഷത്തെ സാമ്പത്തിക നടപടികളെക്കുറിച്ച് സമഗ്രമായ റിപ്പോർട്ടാകും തയ്യാറാക്കുക. ഇത് നിയമസഭയിൽ സമർപ്പിക്കും. അടുത്ത ബജറ്റിന് മുമ്പ് തന്നെ ധവളപത്രം കൊണ്ടുവരാനാണ് ആലോചിക്കുന്നത് എന്നും ഈ വാർത്ത പറയുന്നു. തിരുവനന്തപുരത്ത് രണ്ടാമതൊരു മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച ആലോചനകൾ നടക്കുകയും അത് തീരുമാനിക്കപ്പെടുകയും ചെയ്തിരുന്നു. ജനറൽ ആശുപത്രിയും തൈക്കാട് WNC ആശുപത്രിയും തമ്മിൽ ഏകോപിപ്പിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ മെഡിക്കൽ കോളേജിൻ്റെ അടിസ്ഥാനതല സാഹചര്യം ഒരുക്കപ്പെട്ടത്. അതുകൊണ്ട് 4-5 കിലോമീറ്ററിനിപ്പുറത്ത് പ്രധാന മെഡിക്കൽ കോളേജിന് തൊട്ടപ്പുറത്ത് അയൽപക്ക ദൂരത്ത് മറ്റൊരു മെഡിക്കൽ കോളേജ്.
അത് ആവശ്യമുണ്ടോ എന്ന കാര്യം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു വിപുലമായി. ഇപ്പോൾ നമുക്ക് കാണാവുന്നത് മാതിരി ഹരിപ്പാട് മെഡിക്കൽ കോളേജും ആലപ്പുഴ മെഡിക്കൽ കോളേജ്, ആലപ്പുഴയിലെ ഗവൺമെൻറ് ഉടമയിലുള്ള മെഡിക്കൽ കോളേജ് തമ്മിലുള്ള അകലം 10 കിലോമീറ്ററേ ഉള്ളൂ. ആ 10 കിലോമീറ്റർ അകലത്തിൽ മറ്റൊരു മെഡിക്കൽ കോളേജ് ആവശ്യമുണ്ടോ എന്ന ചർച്ച നടക്കുമ്പോൾ ഇതാ ഇവിടെ തിരുവനന്തപുരം പഴയ മെഡിക്കൽ കോളേജും പുതിയ മെഡിക്കൽ കോളേജും തമ്മിൽ 3-4 കിലോമീറ്റർ ദൂരം മാത്രം. ആ സാഹചര്യത്തിലാണ് രണ്ടാമത്തെ മെഡിക്കൽ കോളേജുമായി ബന്ധിപ്പിച്ച് വിവാദ വാർത്ത വരുന്നത്. ഭരണം മാറിയപ്പോൾ കാണുക, തലസ്ഥാനത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഈ വർഷം വേണ്ട എന്ന് സർക്കാർ തീരുമാനം. UDF സർക്കാർ പ്രഖ്യാപിച്ച തലസ്ഥാനത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഈ വർഷം വേണ്ട എന്ന് സർക്കാർ തീരുമാനമെന്ന് സിറാജ് എന്ന പത്രം അതിൻ്റെ ഉൾപേജ് വാർത്തയിൽ തരുന്നു. 2 തവണ പരിശോധനയ്ക്കെത്തിയ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സമിതി ഇക്കാര്യങ്ങളിൽ തൃപ്തരാണെന്ന് അറിയിച്ചെങ്കിലും ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉൾപ്പെടെ മറ്റ് അടിസ്ഥാന നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചിരുന്നില്ല. നിശ്ചിത സമയത്തിനുള്ളിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ നിർദ്ദേശിച്ച സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയില്ല എന്ന് സർക്കാർ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ അറിയിച്ചു. അതുകൊണ്ട് ഇക്കൊല്ലം ആ മെഡിക്കൽ കോളേജ് കമ്മീഷൻ ചെയ്യപ്പെടാൻ പോകുന്നില്ല എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. മരുന്നിൻ്റെ വില ഗൗരവതരമായി കേന്ദ്ര സർക്കാർ കുറച്ചു. പക്ഷേ കടയിൽ മരുന്നിൻ്റെ വില കുറയുന്നില്ല. ദൈവം അനുവദിച്ചാലും പൂജാരി അനുവദിക്കില്ല എന്ന മട്ടിലാണ് അക്കാര്യത്തിലുള്ള കാര്യങ്ങൾ. അങ്ങനെ മരുന്ന് വില കുറയാത്ത വാർത്ത പത്രലോകം നമുക്കിന്ന് തരുന്നു. ജന്മഭൂമി അത് 1-ാം പേജിലെ വാർത്തയാക്കിയിരിക്കുന്നു. നമുക്ക് ആ വാർത്തയിലേക്ക് സഞ്ചരിക്കാം. മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് തിരിച്ചു വരാം. അവശ്യ മരുന്നുകളുടെ വില കേന്ദ്ര സർക്കാർ കുറച്ചു, പക്ഷേ വിൽക്കുന്നത് കൂടിയ വിലയ്ക്ക്. ജന്മഭൂമിയുടെ 1-ാം പേജ് വാർത്ത ഇങ്ങനെ: രോഗികൾക്ക് ആശ്വാസമേകാൻ അവശ്യ മരുന്നുകളുടെ വില കേന്ദ്ര സർക്കാർ കുത്തനെ വെട്ടിക്കുറച്ചിട്ടും വ്യാപാരികൾ വില കുറയ്ക്കാൻ തയ്യാറാകുന്നില്ല. ഉത്തരവിറങ്ങി 1 മാസം കഴിഞ്ഞിട്ടും സംസ്ഥാനത്ത് അവശ്യ മരുന്നുകളുടെ വിലയിൽ കുറവില്ല. മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്ര നിർദ്ദേശം നടപ്പാക്കിയപ്പോൾ കേരളം വൻ വിലയ്ക്ക് മരുന്ന് വിറ്റ് രോഗികളെ ചൂഷണം ചെയ്യുകയാണിപ്പോഴും എന്ന് ജന്മഭൂമിയുടെ 1-ാം പുറ വാർത്ത നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ഇപ്പോൾ ഇന്ത്യ അമേരിക്കയുടെ തന്ത്രപരമായ പങ്കാളിയായി തീർന്നിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷങ്ങൾക്കുള്ളിൽ 4-5 തവണയാണ് നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ചതെന്ന് ഓർക്കുക. ഇതിൻ്റെ ഉള്ളുകള്ളികൾ എന്തെല്ലാം. ഒരു ലേഖനം ഇന്ന് ദേശാഭിമാനിയിൽ സംവിധാനം അമേരിക്ക, അഭിനേതാവ് മോദി എന്ന ശീർഷകത്തിൽ ദിശ എന്ന തൻ്റെ പങ്ക്തിയിൽ പ്രകാശ് കാരാട്ട് ഈ ബന്ധത്തിൻ്റെ അന്തർഗതങ്ങൾ വിശദമാക്കുന്നു. കാണുക. കുറച്ച് വർഷങ്ങളായി നമ്മുടെ പ്രധാനമന്ത്രി വാഷിംഗ്ടൺ സന്ദർശിക്കുമ്പോൾ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ സന്ദർശനത്തിൻ്റെ ചരിത്ര സ്വഭാവത്തെക്കുറിച്ച് വാചാലരാകുക പതിവാണ്. ഇന്ത്യ അമേരിക്കൻ ബന്ധത്തിൽ വൻ മുന്നേറ്റമുണ്ടായതായി അവകാശവാദം ഉയരുകയും ചെയ്യും. 2 വർഷത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4 തവണ അമേരിക്ക സന്ദർശിച്ചപ്പോഴും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. കോർപ്പറേറ്റ് മാധ്യമങ്ങളും നയതന്ത്ര വിദഗ്ധരും ബുദ്ധിജീവികളും മോഡി സന്ദർശനം വൻ വിജയമാണെന്ന് ഘോഷിച്ചു. മൂല്യങ്ങളെക്കുറിച്ചുള്ള വാചക കസരത്തുകൾക്കപ്പുറം 2 ദശാബ്ദമായി വികസിപ്പിച്ചെടുത്ത തന്ത്രപരമായ ബന്ധമെന്ന അജണ്ടയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രതിരോധ രംഗത്തെ ബന്ധത്തിനും സൈനിക കൂട്ടുകെട്ടിനുമാണ് ഇവർക്കിടയിലുള്ള ഊന്നൽ. ശീതയുദ്ധാനന്തര ഭൗമരാഷ്ട്രീയ തന്ത്രത്തിൽ ഏഷ്യയ്ക്കായുള്ള നയതന്ത്രം ആവിഷ്കരിക്കുമ്പോൾ ഇന്ത്യയെ അവർ തന്ത്രപ്രധാന പങ്കാളിയായാണ് കണ്ടത്. ഈ തന്ത്രപ്രധാന സഖ്യത്തിൻ്റെ മർമ്മം സൈനിക സഹകരണമാണ്. ഇന്ത്യ US ബന്ധങ്ങളിൽ പുതിയൊരു സ്വരലയമുണ്ട് എന്ന് മോദിയുടെ പ്രഖ്യാപനം തികച്ചും ശരിയാണ്. എന്നാൽ മോദി പറയാത്ത കാര്യം അതിൻ്റെ സംവിധായകൻ അമേരിക്കയാണ് എന്ന വസ്തുതയാണ്. അഭിനേതാവ് മാത്രമാണ് മോദി എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും അമേരിക്ക ഏകപക്ഷീയമായി എടുക്കാൻ പോകുന്നു എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. അടുത്ത വർഷം നടക്കുന്ന UP തിരഞ്ഞെടുപ്പ് BJPക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് അവിടെ ജയിച്ചു കയറാനുള്ള വഴി? മധുരയും കൈരാനയും സംഭവവും ചേർത്ത് ഒരു തിരഞ്ഞെടുപ്പ് പീരങ്കിയാണ് മോദിയും അമിത്ഷായും സ്വപ്നം കണ്ടത്. ഈ കാർട്ടൂൺ കാണുക. 2 സംഭവങ്ങൾ 2 വീലുകളാക്കി മാറ്റുന്ന പീരങ്കിയുമായി അവർ മുന്നേറുമ്പോൾ അതിൽ കൈരാന വീൽ കള്ളമെന്ന് തെളിയുകയും അത് ഊരിപ്പോവുകയും ചെയ്തിരിക്കുന്നു. ഇനി ഒറ്റ വീല് കൊണ്ട് എന്ത് ചെയ്യാം എന്ന് അന്തം വിട്ടു നിൽക്കുന്ന ഇരുവരെയും സുരേന്ദർ കാർട്ടൂണാക്കി ഹിന്ദു തരുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ട്രോളിംഗ് നിരോധനം വന്നു. ഇനി ചെറു ബോട്ടുകൾക്ക് മാത്രമേ കടലിൽ ഇറങ്ങാനാവൂ. ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരം വലിയ തുറക്കടപ്പുറം.
മത്സ്യബന്ധനത്തിനായി ചെറിയ ബോട്ടുകൾ എത്തിക്കുന്ന ചിത്രം അജയ് മധു പകർത്തി മംഗളം എന്ന പത്രം ഉൾപ്പെയിൽ തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കണം. നൈസ് ഡേ, ഗുഡ് ബൈ.